ഹായ് ഒരുവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നവരാത്രി 7ാം ദിവസമാണ്. ഏഴാമത്തെ ദിവസം നവദുർഗകളിലെ 7ാമത്തെ ഭാവമായ കാളരാത്രി എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ ദേവി ആരാധിക്കുന്നത്. കാളരാത്രി എന്ന് പറയുമ്പോൾ ഇരുട്ടിനെ അകറ്റുന്ന അല്ലെങ്കിൽ ഇരുട്ടിൽ വസിക്കുന്ന ദേവിയാണ്. നമ്മളുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയും നമ്മളുടെ പുറത്തുള്ള നമ്മളുടെ ചുറ്റുപാടുള്ള നെഗറ്റീവ് എനർജിയും നമ്മളുടെ ഉള്ളിലെ അന്ധകാരത്തെയൊക്കെ മാറ്റാൻ ദേവിക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ദേവിയെ ഈ ഒരു സമയം പ്രാർത്ഥിക്കുന്നത് നമ്മളിൽ ഉള്ള അന്ധതയെ മാറ്റാനും നമ്മളിലുള്ള നെഗറ്റീവ് ശക്തികളെ മാറ്റി അവിടെ പോസിറ്റീവാക്കി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനും സഹായിക്കും ദേവി. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്. ടു ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ പൂർവികരിൽ നിന്നോ ഒക്കെ ഉള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഇന്നത്തെ ദിവസം കിട്ടാൻ പോകണമെന്നാണ് കാണുന്നത്. അതൊരു അല്ലെങ്കിൽ ഒരു അനുഗ്രഹം കിട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ബ്ലെസ്സിങ്സ്, നിങ്ങളുടെ പിതൃക്കളിൽ നിന്നുള്ള ഒരു ബ്ലെസ്സിങ്സ്. ഇത് പ്രത്യേകിച്ച് ഒരു ലേഡി ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടാം. ചിലപ്പോൾ അമ്മയുടെ അമ്മയോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ ആൾക്കാരാണ് കേട്ടോ. അവർ ഇപ്പം വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അവരിൽ നിന്നുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ഭാഗ്യത്തെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ചുപോയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ അവരെയൊക്കെ സ്വപ്നമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. പിതൃക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനകൾ ചെയ്യുന്നത് അവരുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരും. അപ്പം പിതൃക്കൾക്ക് ശരിക്കും സംതൃപ്തി ഇല്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ, മാനസിക വിഭ്രാന്തിക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോഴും അസുഖമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പിതൃക്കൾ അനുകൂല ഭാവത്തിലല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാകുന്നു എന്നുള്ളതാണ്. കാരണം അവരുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ ഈ പിതൃക്കൾക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ എത്ര വലിയ നെഗറ്റീവിനെയും നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോളിലാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങൾ വരച്ച വരയിൽ നിർത്താൻ പറ്റും മറ്റുള്ളവരെ എന്നുള്ള ആണെങ്കിൽ പറയാം. നിങ്ങളെ എതിർക്കുന്നവരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ, അങ്ങനെയുള്ള ആൾക്കാരെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത്രയും ശക്തി നിങ്ങൾക്കുണ്ട്, അത്രയും പവർ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമാണ് ഇത് തന്നെ. ഇന്ന് ഇപ്പോൾ കാളരാത്രി ദേവിയാണ് ഇന്ന് നിങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇതും സിംബലൈസ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവിനെ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് എത്ര വലിയ ശക്തിയാവട്ടെ, നിങ്ങളത് ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു ശക്തി നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ നിങ്ങളുടെ പവർ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഈ ഒരു നൈറ്റ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം പവർ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലാതെ ഇരിക്കുന്ന ആൾക്കാർ, നിങ്ങളത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾ പലവിധ ആലോചനയിൽ അല്ലെങ്കിൽ കുറേ നെഗറ്റീവിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളത് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്
ആ നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങളൊന്ന് പുറത്ത് കടക്കേണ്ടതാകുന്നു. അപ്പോൾ കാരണം ഇതിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ബ്ലോക്കേജസ്, നിങ്ങളുടെ മുന്നിലുള്ള ബ്ലോക്കേജ് ആയാലും നിങ്ങളുടെ മനസ്സിലുള്ള കുറേ ബ്ലോക്ക് ആയാലും അതൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഇത്. ഒരു ഭാഗ്യം പോലെയുള്ള ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് എത്തുന്നു. അത് ചിലപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്കൊരു ഓഫർ വരുന്നതായിരിക്കാം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു ഓഫർ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും അല്ല, കാരണം ഇതൊരു മിന്നലാണ്. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം, അപ്രതീക്ഷിതമായി ഒരു കാര്യം, അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കുന്നു. നിങ്ങൾക്ക് ഇതിലൂടെ കുറേ സ്റ്റെബിലിറ്റി കിട്ടും എന്നുള്ളതാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടിലൊക്കെ ആയിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു വഴി അപ്രതീക്ഷിതമായി കിട്ടുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ റീഡിങ്ങിൽ എല്ലാ ദിവസവും ഹൈ പ്രീസ്റ്റസ് വരാറുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും ഈ നവരാത്രി തുടങ്ങി എല്ലാ ദിവസവും ഹൈ പ്രീസ്റ്റസ് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ദേവിയുടെ അനുഗ്രഹം ഉണ്ടെന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. കാരണം ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് ദേവിയുടെ ഒരു ശക്തിയാണ് നമ്മൾ ഈ ടാരോയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇതിലൊരു നിഗൂഢമായി നിങ്ങൾക്കുള്ള കഴിവുകളും ശക്തികളും നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം എല്ലാവരിലും അങ്ങനെയുള്ള ശക്തിയുണ്ട്. നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളുടെ കാര്യങ്ങൾ, നമുക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ അറിയാൻ പറ്റും എന്നുള്ള അത്രയും ഇൻഡ്യൂട്ടീവായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്നുള്ളതാണ്. അത്രയും ഡിവൈൻലി അത്രയും കണക്റ്റഡ് ആണ്. കാരണം നിഗൂഢമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് മറ്റുള്ളവരെ അതിലൂടെ നമുക്ക് സഹായിക്കാനും പറ്റും എന്നുള്ളതാണ്. ഇതൊരു ടീച്ചിങ് കൂടെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ഹീലിംഗ് കൂടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഹൈ പ്രീസ്റ്റസ് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഇതൊരു ഫെമിനൈൻ എനർജിയാണ്. ആ ഫെമിനൈൻ എനർജി നിങ്ങൾക്ക് വളരെ ശക്തിയുള്ള, ഈ കാളരാത്രി എന്നൊക്കെ പറയുന്നത് പോലെ അത്രയും ശക്തിയുള്ള ഒരു ഫെമിനൈൻ എനർജിയാണ് ഹൈ പ്രീസ്റ്റസ്. പിന്നെ ഇതൊക്കെ നമുക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഉപയോഗിക്കാം. അതും കൂടെ പറയാട്ടോ. നമ്മളിലുള്ള കഴിവുകൾ, നമ്മളുടെ ശക്തികളൊക്കെയും ഒരു എനർജിയെ നമുക്ക് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ഉപയോഗിക്കാം. നമുക്ക് എങ്ങനെ വേണോ അത് പോസിറ്റീവും നെഗറ്റീവും നമ്മൾ ഉണ്ടാക്കുന്നതാണ്. എനർജി മാത്രമേ ഉള്ളൂ. ആ ഒരു എനർജിയെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് വേണമെങ്കിൽ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം, നെഗറ്റീവായിട്ട് വേണമെങ്കിൽ നെഗറ്റീവായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളുടെ ശക്തികളും കഴിവുകളും ഒക്കെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ചിന്തകൾ ഭയങ്കര ശക്തിയാണ്. ആ ചിന്തകൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ മോശമായിട്ട് സംസാരിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് അവർക്ക് മോശമായിട്ട് തന്നെ വരും. അവർ ഹൈലി പ്രൊട്ടക്റ്റഡ് അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും. അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്കതൊരു വലിയ കർമ്മയായിട്ട് വരും. അത് ആരുപയോഗിച്ചാലും, ഇപ്പം നമ്മൾ ആര് തന്നെ ഇങ്ങനെയുള്ളൊരു കാര്യം ഉപയോഗിച്ചാലും, ഒരാളിനെ ആവശ്യമില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്കതൊക്കെ അവരുടെ ഭാഗ്യത്തേക്ക് ഇല്ലാതാക്കി കളയൂട്ട. അപ്പോൾ ഇപ്പം മറ്റൊരാൾ നമ്മളെ പറഞ്ഞാലും അങ്ങനെ തന്നെ സംഭവിക്കും. മറ്റാൾക്കാർ നമ്മളെക്കുറിച്ച് ശരിക്കും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്കും ബലിക്കും. പക്ഷെ നമുക്ക് ബലിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. നമ്മളൊരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് ശക്തികളൊക്കെ ഒരു പരിധി വരെ നമ്മളിലേക്ക് വരില്ല. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതല്ലാതെ ഒരു പരിധി നമ്മളിലേക്ക് വരില്ല. മാത്രമല്ല, നമ്മൾ ഇമോഷണലി വീക്കായിരിക്കുന്ന സമയത്ത് മാത്രമാണ് ഈ നെഗറ്റീവ് ശക്തികൾ നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ എപ്പോഴൊക്കെ നമ്മളുടെ ആ എനർജി ലെവൽ ഹൈ ആക്കി വെച്ചാൽ ഒരിക്കലും ഒരു എനർജിക്കും വരാൻ പറ്റൂല എന്നുള്ളതാണ്. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ വിശ്വാസവും ഇല്ലാത്ത ആൾക്കാർ, ഈശ്വര വിശ്വാസമൊന്നും ഇല്ലാത്ത ആൾക്കാർ, ഭയങ്കര പോസിറ്റീവായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവ് വരാറില്ല. ഒരു നെഗറ്റീവ് വരും. കാരണം അവർ അത് വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. അത്രയും നമ്മളുടെ മനസ്സുകൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്
അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. നെഗറ്റീവ് ഇമോഷൻസ് നമ്മളെ ഒരുപാട് നെഗറ്റീവിനെ തന്നെ അട്രാക്ട് ചെയ്തെടുക്കും. നമ്മൾ വിഷമിച്ചിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന സമയങ്ങളിലാണ് പുറത്തുള്ള നെഗറ്റീവ് ഫോഴ്സസ് എല്ലാം കൂടി ആ സെയിം വേവ് ലെങ്തിലുള്ള എനർജി എല്ലാം നമ്മളിലേക്ക് വരും. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പോസിറ്റീവായിട്ട് ഇരിക്കണം എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് അതൊരു സന്തോഷമാണ്, നെഗറ്റിവിറ്റിയിൽ ഇരിക്കാനൊരു സന്തോഷമാണ്, ചില ഓർമ്മകളിൽ ഇരിക്കാനൊരു സന്തോഷമാണ്. ആ ഓർമ്മകളൊക്കെയും അല്ലെങ്കിൽ ആ നെഗറ്റിവിറ്റി ഒക്കെയും മറ്റ് പുറത്തുള്ള നമുക്ക് വരേണ്ട ഒരുപാട് സൗഭാഗ്യങ്ങളെ അത് ഇല്ലാതാക്കി കളയും, അത് ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. പോസിറ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. 8 ഓഫ് കപ്സിന്റെ എനർജിയാണ്. വിട്ട് കളയേണ്ട കാര്യങ്ങൾ വിട്ട് കളയണം എന്നുള്ളതാണ്. നിങ്ങൾ അത് ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളത് വിട്ട് കളഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ട കാര്യം നമ്മളിലേക്ക് എത്തുന്നത്. ഇത് നമ്മൾ ചിന്തിക്കുന്നതാണ്, ഇത് എനിക്ക് വേണം, ഇത് ഇല്ലാതെ എനിക്ക് പറ്റൂല, ഇതിൽ കുറേ സന്തോഷം കണ്ടെത്തിയ നിമിഷങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതിൽ തന്നെ നമ്മൾ ഇങ്ങനെ പിടിച്ചിരിക്കാതിരിക്കുക, സ്റ്റിക്ക് ഓൺ ചെയ്യാതെ നമ്മളതൊന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കാരണം പല കാര്യങ്ങളും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യം എടുത്ത് വെക്കുന്നത് കൊണ്ടാണ് നമുക്ക് പലതരത്തിലുള്ള ബ്ലോക്കേജസ് വരുന്നത്. നമ്മളുടെ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ വരും, നമ്മളുടെ ഭാഗ്യത്തെ അതില്ലാതാക്കി കളയും. ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളിൽ നിൽക്കുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആദ്യം അത് വേദനയൊക്കെ തോന്നും, പക്ഷേ എന്നാലും അത് നമ്മൾ തിരിച്ചറിയേണ്ടത് നല്ലതാണ് എന്നുള്ളതാണ്. മജീഷ്യനാണ്. അപ്പോൾ നിങ്ങളിലുള്ള ആ ഒരു മാജിക്കൽ പവർ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത് മജീഷ്യനും ഹൈ പ്രീസ്റ്റസും വന്നിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് എങ്ങനെ വേണോ ഉപയോഗിക്കാം കേട്ടോ. നമ്മളിൽ തന്നെ എല്ലാ മനുഷ്യരിലും മാജിക് ഉണ്ട്, ഒരുപാട് കഴിവുകളുണ്ട്. അത് പല ആൾക്കാരും അത് നന്നായിട്ട് കണ്ടെത്തുന്നു, നന്നായിട്ട് ഉപയോഗിക്കുന്നു, പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നു. കുറേ ആൾക്കാർ അത് കണ്ടെത്തിയിട്ട് അത് നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ കഴിവുകളും ശക്തികളും എപ്പോഴും പോസിറ്റീവായിട്ട് നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇത് ഹൈ പ്രീസ്റ്റസും മജീഷ്യനും വരുന്നപ്പോൾ ഫെമിനിൻ മസ്കുലിൻ എനർജി ബാലൻസ്ഡ് ആണ്. ഈ കാണുന്ന കുറേയധികം ആൾക്കാരിലും നിങ്ങളൊന്ന് ശ്രമിച്ചാൽ ഇത് ബാലൻസ് ആവും. ഇത്രയും ഈ മജീഷ്യനും ഹൈ പ്രീസ്റ്റസും സെയിം എനർജിയാണ് ഉള്ളത്. അപ്പോൾ അതിൽ സെയിം ആയിട്ട് നിങ്ങൾ ഫെമിനിൻ മസ്കുലിൻ എനർജി, അതായത് ഈ എനർജി ഉണ്ടല്ലോ, അത് ഒന്ന് ബാലൻസ് ആകുന്നുണ്ട് നിങ്ങളിൽ. നിങ്ങളുടെ ചില കാര്യങ്ങളൊന്ന് മാറ്റിയാൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വേണോ അതൊക്കെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പോസിറ്റീവായിട്ടിരിക്കുക. കിങ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം കഴിവുകളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെന്നാണ്. ഇത് കണ്ടല്ലോ, ഇതൊരു വൃക്ഷമാണ്, അതിന് ആ ഒരു വലിയ വൃക്ഷമാണ് നിങ്ങളെന്നുള്ളതാണ്. അത്രയും ശക്തിയും കഴിവും ഒക്കെ ഉണ്ട് അതിനകത്ത്. ഇതൊരു ഡ്രാഗണും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളെ ഡ്രാഗൺ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഡ്രാഗൺ എന്ന് പറയുന്നത് ഒരു ഏഞ്ചലാണ്, ഒരു ഏഞ്ചൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പ്രൊട്ടക്റ്റീവ് ആനിമലാണ് അത്. അപ്പോൾ അത് ഡ്രാഗൺ റേക്കിയൊക്കെ ഉണ്ട്. അപ്പോൾ ഡ്രാഗണിനെ വിളിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ അവരുടെ എനർജിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഡ്രാഗൺ എനർജി കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആണ് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുത്താൽ മതി. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിന്നെ ആട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾ മാറ്റി വെച്ച കാര്യം ഇന്നത്തെ ദിവസം ചെയ്യാൻ തുടങ്ങണം എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ഇതിൽ എത്രമാത്രം വലിപ്പം ഉണ്ടെന്ന് അറിയാലോ. നിങ്ങളുടെ വലിപ്പം എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളുടെ കഴിവുകൾ അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഇത് എല്ലാവരുടെ എനർജി അല്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് പറയുന്നതാണ്, നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രയും പ്രൊട്ടക്റ്റഡ് ആണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ മാറ്റി വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. കിങ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഇന്നത്തെ എനർജി ഭയങ്കര പവർഫുൾ എനർജിയാണ് കേട്ടോ നിങ്ങൾക്ക്. ഇത് നമ്മളുടെ ദേവിയുടെ എനർജി കാളരാത്രിയാണ്. സെയിം ആയിട്ടുള്ള ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഹൈലി ഒരു എന്താണ് പറയുന്നത്, എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉള്ളത്. ഇന്ന് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാരെല്ലാം അങ്ങനെ ചെയ്യുക. ഈ കിങ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് വളരെ ആലോചിച്ച് പല കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റുന്ന
ഒരു സിറ്റുവേഷൻ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾ മാറ്റി വെച്ചിരുന്ന കുറേ അധികം കാര്യങ്ങളൊക്കെ ഇന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല ആക്ഷൻ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് പിന്നെ നമുക്കത് ഇപ്പം ചെയ്യാൻ മറ്റുള്ളവരെ വിഷമിപ്പിക്കും വേദനിപ്പിക്കുകയൊക്കെ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മളുടെ മടി കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളുണ്ടായിരിക്കും. അതൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. 8 ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഇതിൽ. എത്ര പുറത്ത് എത്ര സ്ട്രഗിൾ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾ ഇന്നത്തെ ദിവസം കണ്ടല്ലോ, ഇതൊരു ഔളാണ്. അപ്പോൾ അതും ഒരു സ്പിരിറ്റ് ആനിമലാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ നിങ്ങളുടെ പിതൃക്കളെയൊക്കെ ശരിക്കും ഒരു സപ്പോർട്ടുള്ള ഒരു സമയമാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന അത്രയും പ്രാർത്ഥനകൾ ചെയ്യുന്നതും കാമായിട്ടിരിക്കുന്നതും ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും എന്നാണ് കാണുന്നത്. ഇതൊരു ന്യൂഡായിട്ടുള്ള കാർഡാണ്, അപ്പം അത് കാണിക്കാൻ പറ്റില്ല. നമുക്ക് നോക്കാം ഇതിന്. ഇന്ന് എന്താണ് വിമൻ ഹോൾഡിങ് എ ഹാർട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത് നിങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ ഇതൊരു ഹൃദയം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അപ്പം നിങ്ങളുടെ ഓർമ്മകളായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളുടെ ഹൃദയം സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം നിറയെ മറ്റൊരു വ്യക്തിയാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ പ്രണയത്തിൻ്റെ ഓർമ്മകൾ നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കുന്നു എന്നാണ് പറയാൻ പറ്റുന്നത്. ഈ ഒരു ഹൃദയത്തിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള വേദനകൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിമൂവ് ചെയ്ത് കളയുക, അത് ക്ലെൻസ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഹൃദയം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളതാണ്. അത് മറ്റാരും വന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് തരില്ല. മറ്റുള്ളവർ വേദനിപ്പിക്കാനേ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ ഹൃദയം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, സ്നേഹിക്കേണ്ടത് എന്നുള്ളതാണ്. ഇതിപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ വേറെ ആരുടെയോ ഒരു ഹൃദയം എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഹൃദയമാണ് ഇവിടെ ഇരിക്കേണ്ടത്. പക്ഷെ ഇത് നിങ്ങളുടേതായിരിക്കാൻ സാധ്യതയില്ല. ഇത് പലർക്കും വേറെ ആരുടെയോ ഒരു ഹൃദയം നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മളെ എത്ര വേദനിപ്പിച്ചാലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളെ ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക, നമ്മളെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ദ തിങ്കിങ് വുമനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തെങ്കിലും കാര്യം നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു മെൻറ്റർ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടായിരിക്കാം, ഒരു ടീച്ചർ വരുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് തിങ്കിങ് വുമൻ പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യാതിരിക്കുക. നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.